ഞങ്ങളുടെ കുഞ്ഞു ചാനലായ വേ ഓഫ് മൈ ലൈഫിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ കൂടി ഒന്ന് ഞെക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും പറ്റുകയാണെങ്കിൽ ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്നാണല്ലോ നമ്മൾ ആകാശം ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് കാണുന്നത് അല്ലേ. ഇത്ര ദിവസവും മഴ പാറും, പിന്നെയും ഒന്ന് നിൽക്കും, അപ്പോൾ പിന്നെയും പാറും, അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നല്ലോ. ഒരു വെയിൽ എന്ന് പറയുന്നത് കാണാനില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നല്ലോ മഴ തുടങ്ങിയ സമയം മുതലേ. ഇന്ന് നല്ലൊരു തെളിച്ചപ്പോൾ കണ്ടപ്പോൾ മൊത്തം ടോട്ടലി ഒരു ഒരു എനർജറ്റിക് വൈബല്ലേ നമുക്ക് തോന്നി. അതുകൊണ്ട് ഇന്ന് എല്ലാ ദിവസവും ക്ലീനാക്കുന്നു, എന്നാൽ ഇന്ന് നമുക്ക് കുറച്ചൊരു ഡീപ്പ് ക്ലീനിങ് പോലെ ചെയ്തേക്കാമെന്ന് കരുതി ഞാൻ മൊത്തം ഒന്ന് എല്ലാം ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അടിക്കലും തുടക്കലും പിന്നെ ഒന്ന് നല്ല വെയിലിൻ്റെ സുഖം കണ്ടുകൊണ്ട് എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കുകയാണേ. ബെഡ്റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട്. നമ്മൾ 2 കോട്ട് ഒരുമിച്ചിട്ടത് കാരണം നമുക്ക് ഒരേ ബെഡ്ഷീറ്റ് ഒരിക്കലും ഒരു ബെഡ്ഷീറ്റ് ഒന്ന് കവറായി വരില്ലല്ലോ. ഒന്ന് ഫാമിലി കോട്ട് ഒരു ഡബിൾ കോട്ട് മിക്സ് ചെയ്ത് ഇട്ടത് കാരണം 2 ബെഡ്ഷീറ്റ് തന്നെ വേണം. അപ്പോൾ ഒരേപോലത്തെ ബെഡ്ഷീറ്റൊന്നും ഞാൻ വാങ്ങി വെച്ചിട്ടില്ല. ഉള്ളത് 2 നല്ല ബെഡ്ഷീറ്റ് ഒരുപോലെ സൈസാക്കി ചെയ്യുക പതിവ്. അപ്പോൾ മൊത്തം ടോട്ടലി ഒരു ഒന്ന് ഫ്രഷാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തര വെയിലാണ് പുറത്ത് കാണുന്നത്. അതുകൊണ്ട് പാറക്കുട്ടീനെ കൂട്ടാനും കൂടി പോകണം. അതുകൊണ്ട് നല്ലൊരു തിരക്കിലായത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ക്ലീനാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി പാറക്കുട്ടീനെ കൂട്ടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പാറക്കുട്ടീൻ്റെ അംഗൻവാടി ഏകദേശം 3:30 സാധാരണ വിടാറ്. പക്ഷേ ഇപ്പം മഴക്കാലമായതിനു ശേഷം ഞാൻ 3 മണിക്ക് തന്നെ പോയി കൂട്ടുന്നതാണ് പതിവ്. അപ്പോൾ ഇന്ന് മഴയില്ലെങ്കിലും ഇന്ന് ഞാൻ ഏതായാലും ആ സമയത്ത് തന്നെ കൂട്ടാന്ന് വിചാരിച്ച് വാതിലൊക്കെ അടച്ചിട്ട് പാറക്കുട്ടീനെ കൂട്ടാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എല്ലാം ഒന്ന് അടച്ച് പിടിച്ചിട്ട് വേണ്ടേ പോകാൻ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ വാതിലും ഒന്ന് അടച്ച് പിടിച്ച് പാറക്കുട്ടി കാത്ത് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ. പിന്നെ രാവിലെ കൊണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവൾ കളിയാണ്. പക്ഷെ എന്നാലും നമ്മൾ വരുന്നോ എന്നുള്ളൊരു കാത്തിരിപ്പിലായിരിക്കും കക്ഷിയുടെ ഇരിപ്പുണ്ടാവുക. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് പാറക്കുട്ടീനെ കൂട്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇപ്പം പാറക്കുട്ടി എത്തും. ഞാൻ പാറക്കുട്ടീനെയും കൂട്ടി പെട്ടെന്ന് വന്നിട്ടുണ്ട്. വണ്ടി എടുത്തിട്ടാണ് പോയത്. പാറക്കുട്ടി ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. കുഞ്ഞി പാറക്കുട്ടി പുതിയ ചെരുപ്പെല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞങ്ങളുടെ കുഞ്ഞു ചാനലിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ